എന്താണ് ഗ്രാവിറ്റി? ഗ്രാവിറ്റി എങ്ങനെ പ്രവർത്തിക്കുന്നു? ഇത് ലോകത്തോട് ആദ്യമായി പറയുന്നത് ന്യൂട്ടനാണ്. ന്യൂട്ടന്റെ ആകർഷണത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഐൻസ്റ്റീൻ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി അവതരിപ്പിക്കുന്നു. ഓക്കെ, ഇന്ന് ലോകം ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി അഥവാ സ്പേസ് ടൈം കർവേച്ചർ ആണ് ഗ്രാവിറ്റിക്ക് കാരണം എന്ന് മനസ്സിലാക്കുന്നു. അതിലും കുറെ പ്രശ്നങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുന്നവരാണ് ശാസ്ത്രജ്ഞരിൽ പലരും. ഞാൻ മാത്രമല്ല അങ്ങനെ മനസ്സിലാക്കുന്നത്. ഞാൻ നിർദ്ദേശിക്കുന്ന ഗ്രാവിറ്റി മോളിക്കുലർ മോഷനുള്ള ദ്രവ്യം അഥവാ മാറ്റർ, അവ ഒന്ന് മറ്റൊന്നിനുള്ളിൽ പരസ്പരം ലയിക്കാതെ വന്നാൽ അവ ഗോളാകൃതി രൂപപ്പെടുന്നു. ഇങ്ങനെ ഗോളമായ ഒരു ഗോളത്തിലുള്ള വസ്തുക്കളുടെ ചലനമാണ്, ആകർഷണ വികർഷണപരമായ ചലനമാണ് ഗ്രാവിറ്റി എന്നാണ് ഞാൻ നിർദ്ദേശിക്കുന്നത്. അപ്പോൾ മോളിക്കുലർ മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഒന്നുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുന്നു, ഖരാവസ്ഥയിലുള്ള സാധനങ്ങൾക്ക്, വസ്തുക്കൾക്ക് മോളിക്കുലർ മോഷൻ ഇല്ല. അഥവാ ഇതൊരു ഖരാവസ്ഥയിലുള്ള വസ്തുവാണ്. ഇതിൻ്റെ ഉള്ളിലൂടെ ഈ പേനയ്ക്ക് ഇങ്ങനെ ചലിക്കാൻ കഴിയില്ല. ഓക്കെ, അതേസമയം ഇതൊരു വെള്ളമാണെങ്കിൽ, ദ്രാവകങ്ങളോ വാതകങ്ങളോ ആണെങ്കിൽ അതിലൂടെ ഈ പേന കൊണ്ടോ വടി കൊണ്ടോ നമുക്ക് ചലിപ്പിക്കാം. ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ഘടകങ്ങൾ തമ്മിലുള്ള ചലനം എന്ന് പറയുന്നത്. അതായത് മോളിക്കുലർ മോഷനുള്ള ഒരു ഒബ്ജക്റ്റ് അഥവാ ദ്രവ്യം, മോളിക്കുലർ മോഷനുള്ള ഘടകങ്ങൾക്ക് ചലനമുള്ള ദ്രാവകവാതക പദാർത്ഥങ്ങൾ ഒന്ന് മറ്റൊന്നിനുള്ളിൽ അകപ്പെടുമ്പോൾ ഗോളാകൃതി രൂപപ്പെടുന്നു. അഥവാ ഈ ഏതൊരു വസ്തുവിനും സ്ഥിതി ചെയ്യാൻ ഒരു പ്രതലം ആവശ്യമാണ്. നമ്മൾ ഭൂമിയിൽ വായുവിലാണ് ജീവിക്കുന്നത്. അഥവാ നമ്മളുടെ ചുറ്റുമുള്ള വായു നമുക്ക് ഇഷ്ടാനുസരണം മാറിത്തരുന്നു, അഥവാ അവയുടെ മോളിക്കുലർ ചലിക്കുന്നു. നമ്മളൊരു ഖരാവസ്ഥക്കുള്ളിലാണ് അകപ്പെട്ടതെങ്കിൽ നമുക്ക് ചലിക്കാൻ കഴിയില്ല. ഓക്കെ, അപ്പൊ മോളിക്കുലർ മോഷനുള്ള ഭൂമിക്ക് ചുറ്റും വാതകങ്ങളെ കൊണ്ട് ഗോളാകൃതിയാണ്. ബോർഡിൽ വരച്ച് കാണിക്കാം. ഇതാണ് ഭൂമി എന്നുണ്ടെങ്കിൽ ഭൂമിക്ക് ചുറ്റും എല്ലാ ഭാഗത്തും 6ഓളം ലെയറുകളായിട്ട്, ആദ്യത്തെ അറ്റ്മോസ്ഫിയർ, രണ്ടാമത്തെ അറ്റ്മോസ്ഫിയർ അഥവാ സാന്ദ്രതയ്ക്കനുസരിച്ച് വ്യത്യസ്ത ലെയറുകളായിട്ട് ഭൂമിക്ക് ചുറ്റും ഗോളാകൃതിയായിട്ടാണ് അറ്റ്മോസ്ഫിയർ ഉള്ളത്. ഈ മോളിക്കുലർ മോഷനുള്ള ഏരിയയിൽ ഒരു വസ്തു വന്നാൽ ആ വസ്തുവിന്റെ ചലനമാണ് ഗ്രാവിറ്റി. അഥവാ കേന്ദ്രത്തിലുള്ള ഭൂമിക്കകത്ത് ഒരു വസ്തുവിനെ നമ്മൾ കുഴിച്ചിട്ടാൽ അത് ചലിക്കുകയില്ല. അതേസമയം ഈ വായുവിൽ എവിടെയാണെങ്കിലും ആ വസ്തു ചലിക്കും. അപ്പൊ ഗ്രാവിറ്റി എങ്ങനെയാണ് ഗോളാകൃതിക്കുള്ളിൽ പ്രവർത്തിക്കുന്നത് എന്ന് ചോദിച്ചാൽ, അവയിലെ തന്മാത്രകളിലെ ആറ്റങ്ങളിലെ ഇലക്ട്രോണുകൾ പരസ്പരം റിപ്പൾസ് ചെയ്യുന്നതാണ് ഇതിന് കാരണം എന്നാണ് ഞാൻ പറയാം. ഓക്കെ, അതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ, അട്രാക്ഷൻ ആൻഡ് മോഷൻ ആൻഡ് റിപ്പൾഷൻ ഓഫ് ഒബ്ജക്ട്സ്. ഏതൊരു വസ്തുവിനും ആകർഷണവും ഉണ്ട്, വികർഷണവും ഉണ്ട്. പ്രപഞ്ചത്തിൽ നമുക്ക് എല്ലായിടത്തും ആകർഷണം അവതരിപ്പിക്കുമ്പോൾ അവിടെ വികർഷണവുമുണ്ട്. നിലവിലെ സർ ഐസക് ന്യൂട്ടൻ എല്ലാ ഒബ്ജക്റ്റുകളും എല്ലാ മാസുകളും ആകർഷിക്കുന്നു എന്ന് പറയുമ്പോൾ അവ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല. ആകർഷണം രേഖപ്പെടുത്തുന്ന എല്ലായിടത്തും വികർഷണവും നമുക്ക് ദർശിക്കാവുന്നതാണ്. രണ്ട് ആറ്റങ്ങൾ തമ്മിലാണെങ്കിൽ പോലും ആകർഷണം ഉണ്ടെങ്കിൽ അവ വികർഷിക്കുകയും ചെയ്യുന്നു എന്നാണ് ഞാൻ പറയാ. ഒരു ഉദാഹരണത്തിന് രണ്ട് ആറ്റങ്ങളെ നമ്മൾ പരിഗണിക്കുന്നു എന്ന് വിചാരിക്കാം. ന്യൂക്ലിയസ് കേന്ദ്രഭാഗത്ത്, അതിന് ചുറ്റുഭാഗത്തും ഇലക്ട്രോണുകൾ. ന്യൂക്ലിയസിന് പുറത്താണ് ഇലക്ട്രോണുകൾ. അപ്പൊ തൊട്ടടുത്ത ആറ്റത്തിന്റെ ന്യൂക്ലിയസ് ഇവിടെയാണെന്ന് വിചാരിക്കുക, ഇതിന് ചുറ്റുമായിരിക്കും ഇലക്ട്രോണുകൾ, അല്ലെ? അപ്പൊ ഇലക്ട്രോണുകൾ തമ്മിൽ റിപ്പൾസ് ചെയ്യുന്നവയാണ്, ഒരേ ചാർജുള്ളവയാണ്. ഇവ തമ്മിൽ റിപ്പൾസ് ചെയ്താൽ എന്തായിരിക്കും അതിന്റെ റിസൾട്ട്? ഇവ രണ്ടും അകന്നു പോകും. രണ്ട് ന്യൂക്ലിയസുകൾക്ക് ഇടയിലാണ്, ഒന്നുകൂടെ ശ്രദ്ധിക്കുക, രണ്ട് ന്യൂക്ലിയസുകൾക്ക് ഇടയിലാണ് ഇലക്ട്രോണുകൾ എന്ന് നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ടി വരും. അപ്പൊ ഈ ഇലക്ട്രോണുകൾ തമ്മിൽ റിപ്പൾസ് ചെയ്യുമ്പോൾ രണ്ട് ന്യൂക്ലിയസുകൾ അകന്നു നിൽക്കാൻ തുടങ്ങും. അപ്പോൾ ഒരാറ്റത്തിൽ പോലും ഈ ആകർഷണത്തിന് അനുകൂലമായി, അതേപോലെ ആകർഷണത്തിന്റെ തത്തുല്യമായ വികർഷണം ഉണ്ടായിരിക്കും എന്ന് ന്യൂട്ടന്റെ തിയറിയിൽ
എവരി ആക്ഷൻ ഈസ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞ ആ ഒരു പരിഗണന ഗ്രാവിറ്റിയിൽ വന്നിട്ടില്ല. അതേസമയം എൻ്റെ ഗ്രാവിറ്റിയിൽ ആകർഷണത്തിൻ്റെ അതേ രീതിയിൽ വികർഷണവും ഉണ്ടായിരിക്കും. പിന്നെ എങ്ങനെയാണ് ഈ ഗോളാകൃതിക്കുള്ളിൽ അല്ലെങ്കിൽ ഗ്രാവിറ്റി പ്രവർത്തിക്കുന്നത്, ഈ ഗ്രാവിറ്റി പ്രവർത്തിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കുക. അപ്പോൾ ഒരു ഗോളത്തിന്റെ പ്രത്യേകതകൾ നമ്മൾ മനസ്സിലാക്കണം. ഗോളത്തിന്റെ കേന്ദ്രത്തിലേക്ക് വശങ്ങളിൽ നിന്ന് വരുന്നതിനനുസരിച്ച് ഇവയുടെ വ്യാപ്തം ചെറുതാകുന്നു. അഥവാ ഒരു വസ്തു സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ചെറിയ വ്യാപ്തമാണ് ഗോളാകൃതി. അത് മാത്തമാറ്റിക്കലി തന്നെ പ്രൂവ്ഡ് ആണ്. അപ്പോൾ സ്പേസിലുള്ള ഒരു വായു, ഈ വായുവിന് എല്ലാ ഭാഗത്തു നിന്നും ഒരേപോലെ അതിൻ്റെ പ്രഷർ അല്ലെങ്കിൽ അതിലേക്കുള്ള റിപ്പൾഷൻ തുല്യമാകുമ്പോൾ ആ വസ്തു സ്ഥിതി ചെയ്യാൻ ആവശ്യമായ ഏറ്റവും ചെറിയ വ്യാപ്തമായ ഗോളാകൃതിയിലേക്ക് ആ വസ്തു രൂപപ്പെടും. അപ്പോൾ വായു വെള്ളത്തിൽ വെക്കുകയാണെങ്കിൽ ഗോളാകൃതിയാണ്. അതിനെന്താ കാരണം? ഈ വെള്ളത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള റിപ്പൾഷൻ, ഇലക്ട്രോണുകളുടെ റിപ്പൾഷൻ ഈ വായുവിനെ ഗോളാകൃതിയിലേക്ക് ഒതുക്കുന്നു. അഥവാ ഇവിടെ വെള്ളവും മോളിക്കുലർ മോഷൻ ഉള്ളതാണ്, വായുവും മോളിക്കുലർ മോഷൻ ഉള്ളതാണ്. അപ്പൊ എല്ലാ ഭാഗത്തു നിന്നുള്ള ഇലക്ട്രോണുകളുടെ റിപ്പൾഷൻ ആ വസ്തു സ്ഥിതി ചെയ്യാൻ ആവശ്യമായ ഏറ്റവും ചെറിയ വ്യാപ്തത്തിലേക്ക് മാറാനുള്ള ശേഷി മോളിക്കുലർ മോഷൻ ഉള്ളത് കൊണ്ട് ഈ വായുവിനുമുണ്ട് വെള്ളത്തിനുമുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ അറ്റ്മോസ്ഫിയറിന്റെ ഉള്ളില് ഏറ്റവും സാന്ദ്രത കൂടിയ വാതകങ്ങൾ കേന്ദ്രത്തിലേക്ക് അടുക്കും തോറും കൂടുതൽ സാന്ദ്രതയുള്ള വാതകങ്ങൾ ഗോളാകൃതിയിൽ ഈ കേന്ദ്രഭാഗത്ത് ചുറ്റും, അതിലും സാന്ദ്രത കുറഞ്ഞവ ഈ ഗോളത്തിന്റെ പുറംഭാഗത്തേക്കും ബാഹ്യഭാഗത്തേക്കുമായി നിലകൊള്ളും. ഇതിനുള്ളിൽ വീഴുന്ന ഒരു കല്ലിന്റെ അവസ്ഥ എന്തായിരിക്കും എന്നാണ് നമ്മൾ ചിന്തിക്കുക. ഈ കല്ലിലെ ഇലക്ട്രോണുകളും ഈ ബാഹ്യഭാഗത്തുള്ള ഇലക്ട്രോണുകളും റിപ്പൾസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ റിപ്പൾഷൻ ഏത് ഭാഗത്ത് നിന്നാണോ അതിന് വിപരീത ദിശയിലേക്ക് വസ്തു ചലിക്കുന്നു. അഥവാ ഇവിടെയുള്ള ഇലക്ട്രോണുകളും ഇവിടെ എല്ലാ ഭാഗത്തു നിന്നുള്ള ഇലക്ട്രോണുകളും ഇതിൽ റിപ്പൾസ് ചെയ്യുന്നു എങ്കിൽ ഈ റിപ്പൾസ് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന, ഈ തള്ളുന്ന ശേഷി ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ദിശയിലായിരിക്കും ആ വസ്തു ചലിക്കുക. അഥവാ എന്നെ ഒരാള് ഒരു ഭാഗത്തു നിന്ന് തള്ളുന്നു വിചാരിക്കുക, അതേസമയം 4 പേര് ഇപ്പുറത്തുനിന്നും എന്നെ തള്ളുന്നു വിചാരിക്കുക. അപ്പോൾ ഈ ഒരാൾക്ക് തള്ളുന്നതിന് പകരം 3 പേര് ഇവിടുന്ന് തള്ളുന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങോട്ടാ പോവുക? സ്വാഭാവികമായിട്ടും എന്നില് ഫോഴ്സ് ചെല്ലുന്ന കുറവുള്ള ഭാഗത്തേക്കാണ് ഞാൻ ചലിക്കുക. അപ്പൊ ഗോളാകൃതിയിൽ ഏറ്റവും പുറംഭാഗത്താണ് സാന്ദ്രത കുറവുള്ളത് എങ്കിൽ പോലും അവയുടെ റിപ്പൾഷൻ ശേഷി കൂടുതലുള്ളത് ഈ ബാഹ്യഭാഗത്തായിരിക്കും. അത് നമുക്ക് ഒരു വെള്ളം ചൂടാക്കുമ്പോൾ വെള്ളം ചൂടാക്കുമ്പോൾ നീരാവിയാകും. ഇവയുടെ മോളിക്യൂളുകൾ അല്ലെങ്കിൽ തന്മാത്രകൾ അകലം പാലിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുക. അകലം പാലിക്കുന്നത് മനസ്സിലാക്കുന്നത് അവയുടെ ഇടയിലുള്ള ഇലക്ട്രോണുകളുടെ അല്ലെങ്കിൽ തന്മാത്രകളുടെ ചലനം കൂടുന്നു, അവ കൂടുതൽ വ്യാപ്തത്തിലേക്ക് വികസിക്കുന്നു. 1 ലിറ്റർ വെള്ളത്തിനെ നമ്മൾ ചൂടാക്കിയാൽ 22.44 ലിറ്റർ വ്യാപ്തത്തിലേക്ക് വെള്ളത്തിനെ വികസിപ്പിക്കാൻ നമുക്ക് കഴിയും. അഥവാ അതില് നമ്പർ ഓഫ് പ്രോട്ടോൺ ആൻഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺ ആൻഡ് നമ്പർ ഓഫ് ന്യൂട്രോണിന്റെ എണ്ണം കൂടാതെ തന്നെ ഈ വ്യാപ്തം വികസിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കത് എന്ത് മനസ്സിലാക്കാം? അവ തമ്മിൽ അകന്നു നിൽക്കുന്നു എന്ന് മനസ്സിലാക്കാം. അപ്പൊ ഒരു പ്രഷർ കുക്കറിൽ വെള്ളം അവയുടെ റിപ്പൾഷൻ കൂടുമ്പോൾ അവയുടെ മർദ്ദം കൂടും. ഈ പ്രഷർ കുക്കറിലുള്ള ഈ വെള്ളത്തിന് നമുക്ക് കൂടുതൽ വ്യാപ്തത്തിലേക്ക് വികസിക്കാതിരിക്കുന്ന സമയത്താണ് അവിടെ മർദ്ദം ഉണ്ടാകുന്നത്. നിങ്ങൾ തമ്മിലുള്ള അകലം കൂടുന്തോറും അവ തമ്മിലുള്ള റിപ്പൾഷൻ ശേഷി കൂടുതലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അഥവാ നമ്മൾ എനർജി കൂടുതൽ കിട്ടിയാൽ ഇവ അകന്നു നിൽക്കുന്നു. രണ്ട് ആറ്റങ്ങൾക്ക് അല്ലെങ്കിൽ ഒരുപാട് ആറ്റങ്ങൾക്ക് ഇടയിലുള്ള ഇലക്ട്രോണുകൾ, ഓക്കെ, ഈ ന്യൂക്ലിയസിന്റെ പുറംഭാഗത്താണ് ഇലക്ട്രോണുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെയും ഒബ്സർവ് ചെയ്യാം. ന്യൂക്ലിയസുകൾക്ക് ഇടയിലാണ് ഇലക്ട്രോണുകൾ, അഥവാ ന്യൂക്ലിയസുകൾക്ക് ഇടയിലാണ് ഇലക്ട്രോണുകൾ. ഇവ തമ്മിൽ റിപ്പൾഷൻ അല്ലെങ്കിൽ വൈബ്രേഷൻ, ഇവയുടെ മോഷൻ കൂടുമ്പോൾ ഈ ന്യൂക്ലിയസുകൾ തമ്മിൽ അകന്നു നിൽക്കും. ഇങ്ങനെയുള്ള അകൽച്ച ഏറ്റവും കൂടുതലുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ അവയിൽ ഏറ്റവും കൂടുതൽ എനർജി ഉണ്ട് എന്ന് മനസ്സിലാക്കണം. അങ്ങനെ എനർജി കൂടുതലുള്ളവ ഈ ഗോളത്തിന്റെ, അതായത് ഭൂമിക്ക് ചുറ്റും ആദ്യത്തെ ലെയറിൽ കുറഞ്ഞ എനർജിയും അതിന്റെ പുറത്തുള്ള ലെയറിൽ അതിലേക്കാൾ കൂടുതൽ എനർജിയും
അതിൻ്റെയും പുറത്ത് എനർജി കൂടുതലുമായിരിക്കും. അപ്പൊ സ്പേസിലുള്ള ഘടകങ്ങൾ എന്തെല്ലാമായിരിക്കും എന്ന് ചോദിച്ചാൽ സ്പേസ് ശൂന്യമല്ല. അഥവാ നമുക്ക് ഭൂമിയിൽ നിന്ന് നിത്യേന ഹൈഡ്രജൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ നഷ്ടപ്പെടുന്ന ഹൈഡ്രജൻ എങ്ങോട്ടാ പോവുക? സ്പേസിലേക്ക്. ഓക്കെ, അപ്പൊ സ്പേസിൽ ഒരു ഹൈഡ്രജൻ ആറ്റം തമ്മിലുള്ള അകലം വളരെ കൂടുതലായിരിക്കും. ഹൈഡ്രജൻ ആറ്റങ്ങൾക്കിടയിലുള്ള ഇലക്ട്രോണുകളുടെ കമ്പനങ്ങൾ വളരെ വ്യാപ്തിയിലേക്ക് ചലിച്ചുകൊണ്ടിരിക്കും. ഈ ചലനത്തില് ഇവിടെ പ്രോട്ടോണും, നമുക്കറിയാം ഹൈഡ്രജൻ ആറ്റത്തില് ന്യൂട്രോൺ ഇല്ലല്ലോ. ഹൈഡ്രജൻ ആറ്റത്തിന്റെ പ്രോട്ടോണും ഇലക്ട്രോണുകളും തമ്മിൽ, രണ്ട് പ്രോട്ടോണുകൾ തമ്മിൽ എത്ര ദൂരം ഉണ്ടെങ്കിലും അതിനിടയിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും ഇലക്ട്രോണുകൾ. ഈ ചലനത്തിലുള്ള, ഈ സ്പേസിലുള്ള ഹൈഡ്രജൻ ആറ്റങ്ങളുടെ അകലം നമുക്ക് എനർജി കൂടുന്നത് കൊണ്ട് വളരെ അകലത്തിലായിരിക്കും. അങ്ങനത്തെ ഒരു സ്പേസിന്റെ ഉള്ളിലാണ് നമ്മളുടെ കരഭാഗം നിൽക്കുന്ന ഭൂമിയും അതിനു ചുറ്റും ഗോളാകൃതിയിൽ രൂപപ്പെട്ട വാതകങ്ങള്. ഏറ്റവും മുകളിലുള്ള അയണോസ്ഫിയറിൽ ആയിരിക്കും ഏറ്റവും കൂടുതൽ എനർജിയുള്ള ഘടകങ്ങൾ. അഥവാ അവർക്ക് സാന്ദ്രത കുറവാണെങ്കിലും എനർജി കൂടുതലായിരിക്കും. അപ്പൊ ഈ എനർജിയെ നമ്മൾ അറ്റ്മോ റിപ്പൾഷൻ എനർജി എന്നാണ് തിയറിയിൽ പേരിട്ടിട്ടുള്ളത്. അപ്പോൾ അറ്റ്മോ റിപ്പൾഷൻ എന്നാൽ അട്രാക്ഷൻ, മോഷൻ ആൻഡ് റിപ്പൾഷൻ ഓഫ് ഒബ്ജക്ട്സ് ആൻഡ് ഒബ്സർവേഷൻ തിങ്സ് കമ്മിങ് ടുഗദർ. നമ്മൾ രണ്ട് വസ്തുക്കൾ അടുത്തേക്ക് വരുന്നതിന് നമ്മൾ അട്രാക്ഷൻ എന്ന് മനസ്സിലാക്കി. മോഷൻ ഓഫ് മാറ്റർ, സ്പിന്നിങ്, റൊട്ടേഷൻ, വെലോസിറ്റി, വൈബ്രേഷൻ, മിടിപ്പുകൾ അല്ലെങ്കിൽ ഇതിന്റെ ഭ്രമണം എല്ലാം നമ്മൾ മോഷൻ എന്നുള്ള പേരിൽ മനസ്സിലാക്കി. റിപ്പൾഷൻ എന്നാൽ ആൻ ഒബ്സർവേഷൻ തിങ്സ് മൂവിങ് ടുവാർഡ്സ്. രണ്ട് വസ്തുക്കൾ അകന്നു പോകുന്നതിനെ നമ്മൾ വികർഷണം എന്ന് മനസ്സിലാക്കി. അതിലെ പ്രവർത്തനം ഇന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. ഈ പ്രവർത്തനം മനസ്സിലാക്കുന്ന ഒരു വിഷയം അടുത്തൊരു വീഡിയോയിലേക്ക് വരാം. ആദ്യം നിങ്ങൾക്ക് ഗ്രാവിറ്റി എന്താണെന്ന് മനസ്സിലാവണ്ടേ? ഓക്കെ, ഗ്രാവിറ്റി ഇലക്ട്രോണുകൾ തമ്മിലുള്ള വികർഷണം കാരണം ഗോളത്തിനുള്ളിൽ ചലിക്കുന്ന പ്രവണതയാണ് ഗ്രാവിറ്റി. ഈ ഗോളാവസ്ഥക്ക് പുറത്ത്, ഭൂമിക്ക് ചുറ്റും ഗോളാകൃതി രൂപപ്പെട്ട വാതകങ്ങളാൽ രൂപപ്പെട്ട ഈ ഗോളാവസ്ഥക്ക് പുറത്ത് സ്പേസില് ഹൈഡ്രജൻ ആറ്റങ്ങൾ അകന്നു നിൽക്കുന്ന ആ ഭാഗത്ത്, ഒരു ഗോളാകൃതി രൂപപ്പെടാത്ത ഭാഗത്ത് ഒരു വസ്തുവിന് ഭാരമില്ല എന്ന് മനസ്സിലാക്കണം. അഥവാ ഈ ഗോളാകൃതിക്ക് ഉള്ളിലാണ് ഈ വസ്തു ഗോളത്തിന്റെ കേന്ദ്രത്തിലേക്ക് ചലിക്കുന്നത് എന്നും കൂടെ മനസ്സിലാക്കണം. ഇവിടെ ഐൻസ്റ്റീൻ പറയുന്നത് സ്പേസിന് ചുറ്റും കർവാകാൻ ഐൻസ്റ്റീന്റെ സ്പേസ് ടൈമിൽ സ്പേസ് ശൂന്യമാണ്. അഥവാ ഈ ശൂന്യതയിൽ അത് പ്രവർത്തിക്കുകയില്ല. കാരണം ഒരു വസ്തുവിനെ ചലിപ്പിക്കാൻ ഒരു ഒബ്ജക്റ്റിൽ നിന്നുള്ള ഒരു ബലം വേണം. അതിനാണ് ഫോഴ്സ് എന്ന് പറയുക. ഒരു വസ്തു ചലിക്കുമ്പോൾ ആ ചലനത്തിന്റെ ഗതി നിയന്ത്രിക്കാനും ഗതിവിധികളെ നിയന്ത്രിക്കാനും അതിന്റെ വേഗത കുറക്കാനും ഫോഴ്സ് അത്യാവശ്യമാണ് എന്ന് ന്യൂട്ടൺ പ്രസ്താവിച്ചിട്ടുണ്ട്. അഥവാ നമുക്ക് ഈ ഒരു പേന ഞാൻ ചലിക്കുക എന്ന് പറഞ്ഞാൽ ചലിക്കില്ല. എൻ്റെ കൈകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ബാഹ്യമായ ഒരു ഫോഴ്സ് കൊണ്ട് അതിനെ ചലിപ്പിച്ചാൽ മാത്രമേ ആ വസ്തു ചലിക്കുകയുള്ളൂ. ഈ സ്പേസിലുള്ള പ്രോട്ടോണുകളും ന്യൂട്രോണുകളുമാണ് ഈ മാസിന് ചുറ്റും വളയുന്നത്. അഥവാ നമ്മളുടെ തിയറിയിൽ വളയുകയല്ല. ഒരു മാസിന് ചുറ്റും സ്പേസിൽ പ്രോട്ടോണുകളും ന്യൂട്രോണുകളും അഥവാ ഹൈഡ്രജൻ ആറ്റത്തിന്റെ പ്രോട്ടോണുകളും ന്യൂട്രോണുകളും സ്പേസിന് ചുറ്റും ഗോളാകൃതിയാകുന്നു എന്നാണ് നമ്മളുടെ തിയറിയിൽ പറയുക. ഈ ഗോളാകൃതിയിൽ പ്രകാശം സഞ്ചരിക്കുമ്പോൾ ഈ പ്രകാശം വളഞ്ഞു സഞ്ചരിക്കും. എങ്ങനെയാണ് മാസിന് ചുറ്റും പ്രകാശം വളയുക? ഇതിലുള്ള ഘടകങ്ങളിൽ തട്ടി ഫൈബർ കേബിളിനുള്ളിലൂടെ എങ്ങനെയാണോ പ്രകാശം സഞ്ചരിക്കുന്നത് അതുപോലെ ഇലക്ട്രോണുകളുടെയും പ്രോട്ടോണുകളുടെയും ആറ്റങ്ങൾക്കിടയിലുള്ള വൈബ്രേഷൻസ് ആണ്, അല്ലെങ്കിൽ വേവ്സുകളാണ്, തരംഗങ്ങളാണ് പ്രകാശം സാധ്യമാക്കുന്നത്. അപ്പോൾ പ്രകാശം ഈ സ്പേസിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈ ഗോളത്തിന് ചുറ്റും സ്പേസിലെ പ്രോട്ടോണുകളും ഇലക്ട്രോണുകളും ഗോളമായി നിൽക്കുന്ന ആ അവസ്ഥയിൽ അവയുടെ കമ്പനങ്ങൾ, ഈ തരംഗങ്ങൾ ഈ രീതിയിൽ വളഞ്ഞും സഞ്ചരിക്കും. അങ്ങനെയാണ് പ്രകാശം വളഞ്ഞു സഞ്ചരിക്കുന്നത്. മാത്രമല്ല സ്പേസിലെ ഭൂമി സഞ്ചരിക്കുമ്പോഴും അത് വൃത്താകൃതിയിൽ കറങ്ങി വരാൻ കാരണം സ്പേസിൽ പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ഉള്ളത് കൊണ്ടാണ്. സ്പേസ് ശൂന്യമല്ല എന്ന് അസന്ദിഗ്ധമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, പ്രസ്താവിക്കാൻ കഴിയും. ഓക്കെ,
ഈ ക്ലാസ് നമ്മുടെ ഈ ക്ലാസ് ന്യൂട്ടന്റെ ആകർഷണം മാത്രം മനസ്സിലാക്കിയ ഗ്രാവിറ്റി പറയുന്നവർക്കല്ല, ന്യൂട്ടന്റെ ആകർഷണം തെറ്റാണ് അല്ലെങ്കിൽ അതിലുള്ള പോരായ്മകളെ തിരുത്തിക്കൊണ്ടാണ്, അതിനുള്ള വിശദീകരണമാണ് ഐൻസ്റ്റീൻ അവതരിപ്പിച്ചത് എന്ന് ധരിക്കുന്നവരുണ്ട്. അല്ല, അങ്ങനെയല്ല. ന്യൂട്ടന്റെ ആകർഷണം പൂർണ്ണമായും അംഗീകരിക്കാത്ത രീതിയിലാണ് ഐൻസ്റ്റീൻ ഈ കർവേച്ചർ അവതരിപ്പിക്കുന്നത്. ഐൻസ്റ്റീന്റെ കാഴ്ചപ്പാടിൽ സൂര്യൻ ഭൂമിയെ ആകർഷിക്കുന്നില്ല, ഭൂമി സൂര്യനെയും ആകർഷിക്കുന്നില്ല. ഈ സൂര്യന് ചുറ്റുമുള്ള കർവിൽ ഭൂമി സ്വയം ചലിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ വസ്തു ഒരു നേർരേഖയിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തു അതിനെ കർവാകണമെങ്കിൽ അല്ലെങ്കിൽ വളയണമെങ്കിൽ വൃത്താകൃതിയിലേക്ക് മാറണമെങ്കിൽ അതിനും ഫോഴ്സ് ആവശ്യമാണ്. ഈ ഫോഴ്സ് എവിടെ നിന്ന് കിട്ടുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ ഐൻസ്റ്റീന് കഴിഞ്ഞിട്ടില്ല. പ്രകാശത്തിന്റെ വേഗത എങ്ങനെയാണ് എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. എങ്ങനെയാണ് പ്രകാശത്തിന്റെ വേഗത? ഒരു കണിക 3 ലക്ഷം കിലോമീറ്റർ ഒരു സെക്കൻഡ് കൊണ്ട് സഞ്ചരിച്ചെത്തുക എന്ന് പറഞ്ഞത് അസാധ്യമാണ്. കാരണം നമുക്ക് ഒരു വസ്തുവിന്റെ ഉള്ളിലൂടെ ചലിക്കാൻ കഴിയില്ല. അത് ഏറ്റവും ചെറിയൊരു സാധനമാണെങ്കിലും ഈ സാധനത്തിന് ഇതിന്റെ ഉള്ളിലൂടെ ചലിക്കാൻ കഴിയില്ല ഒരിക്കലും. അപ്പോ ഒരു ഇലക്ട്രോണിന്റെ മാസുള്ള ഒരു ഇലക്ട്രോണിന്റെ ഉള്ളിലൂടെ ഒരു മാസുള്ള ഇലക്ട്രോണിന് ഒരിക്കലും ചലിക്കാൻ കഴിയില്ല. അബദ്ധധാരണകൾ നമ്മുടെ ശാസ്ത്രത്തിൽ ഒരുപാടുണ്ട്. അത് തിരുത്താൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പൊ 2 ഇലക്ട്രോണുകൾ തമ്മിൽ തട്ടിയാൽ അവ തട്ടിത്തെറിക്കുകയാണ് ഉണ്ടാവുക, അല്ലാതെ ഇലക്ട്രോണിന്റെ ഉള്ളിലൂടെ പോവുകയില്ല. അല്ലെങ്കിൽ സൂര്യനിൽ നിന്ന് വരുന്ന കണിക ഈ ഭാഗത്ത് എത്തണമെങ്കിൽ ഇവിടെ നമുക്ക് ഒരുപാട് വാതകങ്ങളുണ്ട്. ഈ വാതകങ്ങളെല്ലാം ഫിൽട്ടർ ചെയ്ത് നേർരേഖയിൽ ഈ കണികക്ക് സഞ്ചരിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അപ്പുറത്തേക്ക് ഒരു ചിന്താശൂന്യമായ വേറൊരു പ്രസ്താവനയില്ല എന്ന് മനസ്സിലാക്കണം. അഥവാ ഇതിനിടയിലുള്ള ഇലക്ട്രോണുകളുടെ കമ്പനങ്ങളാണ് ഈ പ്രകാശം സാധ്യമാകുക എന്ന് അതിന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അഥവാ ഈ സൂര്യനിൽ നിന്ന് ഇത്രയും ഭാഗത്തേക്ക് അല്ലെങ്കിൽ സ്പേസിൽ ഹൈഡ്രജൻ ആറ്റങ്ങളുടെ പ്രോട്ടോണുകളും ഇലക്ട്രോണുകളുമാണ് സ്പേസിൽ നിറയെ ഉള്ളത് എങ്കിൽ ഇവ തമ്മിലുള്ള വൈബ്രേഷൻസ് അല്ലെങ്കിൽ ഇവയിൽ തമ്മിലുള്ള വൈബ്രേഷൻസ് കാരണം ഈ എനർജി നമ്മൾക്ക് ഭൂമിയിലേക്ക് 8 മിനിറ്റ് കൊണ്ട് എത്തുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഹൈഡ്രജൻ ആറ്റങ്ങൾക്ക് തമ്മിൽ അത്യാവശ്യം വിടവുകളുണ്ട്, അത്യാവശ്യം സ്പേസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രകാശം ഭൂമിയിലേക്ക് എത്താൻ സ്പേസിൽ 3 ലക്ഷം കിലോമീറ്റർ വേണ്ടി വരുന്നു. അതല്ല തൊട്ടടുത്ത് തന്നെയാണെങ്കിൽ പ്രകാശത്തിന് ഇൻസ്റ്റന്റ്ലി വേഗത കിട്ടുമായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് പ്രകാശം സഞ്ചരിക്കുക? പ്രകാശം ഞാൻ 3 കിലോമീറ്ററോളം ഡിസ്റ്റൻസിൽ നിങ്ങളുടെ അടുത്തേക്ക് ഒരു പൈപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ പൈപ്പിൽ ഒരുപാട് ക്രിക്കറ്റ് ബോളുകൾ നിരത്തി വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഞാനൊരു ക്രിക്കറ്റ് ബോൾ ഇനി അതിൽ തള്ളിയാൽ നിങ്ങളുടെ ഭാഗത്ത് ഒരു ക്രിക്കറ്റ് ബോൾ അവിടെ ചാടുന്ന പോലെ, അഥവാ തൊട്ടുരുമ്മി നിൽക്കുന്ന രീതിയിൽ പ്രോട്ടോണുകളും സ്പേസിൽ നിറഞ്ഞു നിൽക്കുന്ന ഭാഗത്ത് ഇലക്ട്രോണുകളുടെ ഒരു കമ്പനം ഈ ഭാഗത്ത് നക്ഷത്രങ്ങളിൽ നിന്നും ഉണ്ടാകുമ്പോൾ ആ കമ്പനം അതേസമയം അല്ലെങ്കിൽ ഇവയുടെ കമ്പനം തുടർ വൈബ്രേഷനുകൾ നമ്മളുടെ ഭൂമിയിലേക്ക് എത്തുന്ന രീതിയിലാണ് പ്രകാശം സഞ്ചരിക്കുന്നത്. ഈ വേഗത എല്ലാ ഭാഗത്തേക്കും തുല്യമായിരിക്കും. അതുകൊണ്ട് ഇത് പ്രകാശം സഞ്ചരിച്ചെത്തുന്ന ദൂരത്തില് എത്ര ദൂരം ഉണ്ടോ ആ അകലത്തിൽ സംഭവിക്കുന്നത് ഒരേ സമയത്താണ്. ഇതിനെ മനസ്സിലാക്കിയ ഐൻസ്റ്റീൻ സ്പേസ് ടൈം വളയുന്നു എന്ന് മനസ്സിലാക്കി. അഥവാ പ്രകാശം ഇവിടുന്ന് സഞ്ചരിച്ച് വളഞ്ഞ് ഇവിടുന്ന് സഞ്ചരിച്ച് ഇവിടെ എത്താനുമുള്ള വേഗത ഒന്ന് തന്നെയാണ്, പക്ഷെ ദൂരം കൂടുതലാണ്. അപ്പൊ ഈ സ്പേസ് ടൈം വളയുന്നത് കൊണ്ട് ദൂരം ഡിവൈഡഡ് ബൈ ടൈം സമം സ്പീഡ് എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ ഇവിടെ പ്രകാശം സ്ലോ ആയിട്ടുണ്ട്, അഥവാ സമയം സ്ലോ ആയിട്ടുണ്ട്, സമയം കൂടിയിട്ടുണ്ട്. ഇതാണ് ഐൻസ്റ്റീന്റെ തിയറി. സമയം എന്ന് പറഞ്ഞത് ഒരു തുടക്കത്തിന്റെയും ഒടുക്കത്തിന്റെയും ഇടയിലുള്ള ദൈർഘ്യം അളക്കുന്ന യൂണിറ്റ് ആണ്, അല്ലാതെ സമയം എന്നത് സ്പേസ് ടൈം എന്ന ഒരു ഭാവനയിൽ കൊണ്ടുവന്ന മറ്റൊരു ഒബ്ജക്റ്റ് അല്ല എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ നമ്മൾ അവതരിപ്പിച്ചത്. ഇനി ഇതിനെ ഒന്ന് നമുക്ക് സംഗ്രഹിപ്പിക്കാം. ഓക്കെ, മോളിക്കുലർ മാസ് ഉള്ള ഗോളാകൃതിക്കുള്ളിൽ വസ്തുക്കളുടെ ആകർഷണ വികർഷണപരമായ ചലനമാണ് ഗ്രാവിറ്റി.
സ്പേസിൽ മാസിന് ചുറ്റും സ്പേസിലെ ഘടകങ്ങൾ ഗോളാകൃതി രൂപപ്പെടുന്നു. ഈ ഗോളാകൃതിക്ക് അകത്ത് ഉൾപ്പെട്ട ഒരു വസ്തുവിന് മാത്രമാണ് അതിൻ്റെ കേന്ദ്രത്തിലേക്കോ ബാഹ്യഭാഗത്തേക്കോ ഉള്ള ചലനമുള്ളത്. ഗോളം രൂപപ്പെട്ട ഘടകങ്ങളിലെ ആകർഷണ വികർഷണങ്ങൾ അഥവാ അവയുടെ ഇലക്ട്രോണുകൾക്ക് എത്ര അകലത്തിൽ ചലിക്കാൻ കഴിയുന്നു എന്നതിൻ്റെ ശേഷിക്കനുസരിച്ച് ശേഷി കുറഞ്ഞവ ഗോളത്തിൻ്റെ കേന്ദ്രത്തിലേക്ക് ചലിക്കുന്നു, ശേഷി കൂടിയവ ഗോളത്തിൻ്റെ ബാഹ്യഭാഗത്തേക്ക് ചലിക്കുന്നു. ഇനിയും ഇതിൽ മനസ്സിലാകാത്തവർക്കുണ്ടെങ്കിൽ കമൻറ്റിൽ എന്നോട് ചോദിക്കാം. ആ ഭാഗം മാത്രമായിട്ട് ഞാൻ ക്ലാസ് എടുക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഓൾ.